കഥയമമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. രാമേന്ദ്രൻ സാറുണ്ട്. ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ കഥയമമ്മയിലെ എപ്പിസോഡുകൾ തുടങ്ങാൻ നമ്മൾ വൈകിട്ടൊന്നുമില്ല. പുതിയ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ ചിലപ്പോൾ വൈകാറുണ്ട്. അപ്പോൾ ഇന്ന് എടുക്കുന്ന വിഷയം നമ്മുടെ നദികളെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ നീരുറവകൾ മാത്രമല്ല, നമ്മുടെ സംസ്കാരം മുഴുവൻ നദികളുമായി ബന്ധപ്പെട്ടാണ്. സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ സംസ്കാരമാണ്. ഭാരതത്തിൻ്റെ ആത്മാവ് നദികളുടെ തീരത്താണ്, അല്ലേ? അതെ 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 നാഗരികതകൾ കടൽ അങ്ങനെയാണ്. അപ്പോൾ ഈ നദികളെക്കുറിച്ച് പറയുമ്പോൾ രാമേന്ദ്രൻ സാർ, നമ്മുടെ പ്രസിദ്ധമായ പേരുകെട്ട നമ്മുടെ ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട നാഭീനാള ബന്ധമുള്ളതാണ് നദികൾ. അതിലൊരു നദി സരസ്വതി നദി കാണാതെ പോയ നദിയാണ്. അപ്പോൾ അതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷേ എങ്ങനെയാണ് ഈ നദി ഇല്ലാതായത്? അല്ലെങ്കിൽ ഇല്ലാതായി എന്നല്ല, അത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് താർ മരുഭൂമിയില്ലേ രാജസ്ഥാനിലെ, അത് സരസ്വതി നദിയുടെ മുകളിലുള്ള മരുഭൂമിയാണ്. അടിയിൽ നദിയുണ്ട്. അത് അടിയിൽ നദിയുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള കണ്ടെത്തൽ. ഇത് നമ്മുടെ വേദത്തിലൊക്കെ പലതവണ പരാമർശിക്കുന്ന നദിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നദിയെപ്പറ്റിയാണ് ആ കാലത്തൊക്കെ അതൊക്കെ രചിച്ചവർക്ക് പരിചയം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നദി. ഋഗ്വേദത്തിൽ 80 തവണ സരസ്വതി നദിയെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐതിഹ്യങ്ങളിൽ പല സ്ഥലത്തും സരസ്വതി നദി, ഇപ്പോൾ ഭാഗവതം ഗണപതിയെ കൊണ്ട് വ്യാസൻ കേട്ടെഴുതുകയാണല്ലോ ഗണപതി, അത് സരസ്വതി നദിയുടെ തീരത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കാർത്തികേയൻ സരസ്വതി നദീതീരത്ത് സേനാവ്യൂഹവുമായിട്ട് നിൽക്കുന്നതായിട്ട് ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. പരശുരാമൻ സരസ്വതി നദിയിൽ കുളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നാനത്തിനെ പറ്റി. ക്ഷത്രിയരെ കൊന്നൊടുക്കിയല്ലോ പരശുരാമൻ. അതിൽ പശ്ചാത്തപിച്ചിട്ടാണ് അദ്ദേഹം സരസ്വതി നദിയിൽ പോയി മുങ്ങുന്നത്. പശ്ചാത്തപിച്ചിട്ട് പുരൂരവസ് ഉർവശിയെ കാണുന്നത് സരസ്വതി നദീതീരത്താണ്. സരസ്വതിക്കടുത്താണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. കുരുക്ഷേത്രം. അതെ, ഭാരതകഥ പറയുന്നത് നദിക്കരയിലാണ്. ഇത് മര്യാദയ്ക്ക് ആ സമയത്ത് വലിയ ചിലക്കലൊന്നുമില്ലാതെ മര്യാദയ്ക്ക്, ഞാൻ കേട്ടെഴുതിക്കൊണ്ടിരിക്കുകയാണ് വ്യാസൻ്റെ ഇന്ന്, നീ വലിയ ചിലക്കലൊന്നുമില്ലാതെ മര്യാദയ്ക്ക് ഒഴുക്, ബഹളം വെക്കാതെ എന്ന് ഗണപതി സരസ്വതിയെ ശപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മര്യാദയ്ക്ക് ഒഴുകി ശല്യമൊന്നുമില്ലാതെയാണ് പിന്നെ ആ ഇതിഹാസം ഒഴുകിയ നദിയായിരുന്നു, അല്ലേ? ആയിരുന്നു, അതെ. ഒച്ച വെച്ച് പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ച്. അപ്പം ഇത് എങ്ങനെയാന്ന് വെച്ചാൽ യമുനയും സത്ലജും ഇതിൻ്റെ പോഷക നദികളായിരുന്നു. ഏതോ ഒരു സമയത്ത് നമ്മളിപ്പോൾ പറയുന്ന സുനാമി, ഈ ടെക്ടോണിക് ഷിഫ്റ്റ് അതുണ്ടായി ഭൂമിയിൽ. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദികൾ വഴിമാറി ഒഴുകി, പോഷക നദികൾ വഴിമാറി ഒഴുകിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്കുള്ള ജലപ്രവാഹമില്ല. അതിനെ തുടർന്ന് ഇത് വറ്റിപ്പോവുകയായിരുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതെല്ലാം മൊത്തം അന്തർധാനം ചെയ്തതാണ്. എന്താണ് ഭൗമ എന്താ പറയുക, ഒരു ഷിഫ്റ്റ് വന്നില്ലേ ഒരു സ്ഥലത്ത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭൂമിക്കടിയിൽ വിവിധ പ്ലേറ്റുകളുണ്ട്. ഈ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയും. പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പോൾ ഇത് ചില 2 പ്ലേറ്റുകൾ നമ്മൾ കൂട്ടിമുട്ടുമ്പോഴാണ് അത് കൂട്ടിമുട്ടി ഒരു ഭാഗം പൊന്തി വരുന്നതാണ് പർവ്വതങ്ങളായിട്ട് പോകും. ചിലത് അകന്നു പോകുമ്പോൾ വലിയ ഗർത്തങ്ങളുണ്ടാവും. അങ്ങനെ നദിയുടെ ഭാഗത്ത് ഉള്ള പ്ലേറ്റുകൾ അകന്നു പോയപ്പോൾ നദി മൊത്തം അടിയിലേക്ക് പോവാം. അതെ, ഭൂമി ഇങ്ങനെ പല നിരകളായിട്ടാണ് പല പ്ലേറ്റുകളാണ്. പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുക. ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹിമാലയം ചലിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം അങ്ങനെ ഇത് പോയതാണ് എന്നും കരുതുന്നുണ്ട്. ഇത് ഹരിയാനയിലെ യമുന നഗറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ആദിഭദ്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പ്രവാഹം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഇത് ഒഴുകി തുടങ്ങുന്നത്. ശിവാലിക് ഗിരിനിര എന്നാണ് ആ മലയ്ക്ക് പറയുന്നത്.
സോംബ് എന്ന് പറഞ്ഞിട്ടൊരു നദി അവിടെയുണ്ട്. അതിൻ്റെ അടുത്താണ് ഈ ഉറവ. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലേ ഉറവ? അത് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സരസ്വതി നദിയുടെ ഒരു അവശിഷ്ടമെങ്കിലും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥിലൊക്കെ പോകുമല്ലോ ആളുകൾ. ആ ബദ്രിനാഥിലേക്കൊക്കെ പോകുമ്പോൾ മന എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. മന കേട്ടിട്ടുണ്ട്. മന എന്നൊക്കെ ഓർത്താൽ മതി. അല്ല, ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമമാണ് അല്ലേ? അത് ഇന്ത്യ ചൈന അതിർത്തിയിലെ അവസാനത്തെ ഗ്രാമമാണത്. ആ മന ഗ്രാമത്തിൽ ബദ്രിനാഥിൽ നിന്ന് 4.4 കിലോമീറ്റർ അവിടെ പോയാൽ ഇതിൻ്റെ അവസാനം കാണാം. അത് അളകനന്ദയിലാണ് ലയിക്കുന്നത്. ആ ചെറിയ ഉറവ അത് സരസ്വതി നദിയുടെ തുടങ്ങിയ ഉറവയായിരുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ സരസ്വതി നദിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും വരാം എന്ന് പറഞ്ഞു. വീണ്ടും വരുത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഇത് 28,000 കൊല്ലം മുമ്പ് പ്രവചിച്ചു തുടങ്ങിയതാണെന്നാണ് കരുതുന്നത്. ഇത് ആദിബദ്രിയിൽ തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. അവിടെ ഗർവാളിലെ ബന്ദാർപുഞ്ച് ഹിമാനികളും പിന്നെ തരികളും ഒക്കെ ചേർന്നാണ് അതിൽ കൂടി ഒഴുകുന്നത്. ആദിബദ്രിയിൽ കൂടി ഒഴുകി പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ വഴി ഗംബട്ട് ഉൾക്കടലിൽ ഗുജറാത്തിൽ അവിടെയാണിത് ചെന്ന് ചേർന്നിരുന്നത് സരസ്വതി. അതാണ് ഈ താർ മരുഭൂമി ഇത് അടിയിൽ പോയപ്പോൾ മുകളിലുള്ള മരുഭൂമിയായി മാറിയതെന്ന് നേരത്തെ പറഞ്ഞത്. 3000-2000 BCE ക്രിസ്തുവിന് മുമ്പ് BCE, അതായത് 4000 കൊല്ലം മുമ്പ് ഇതിൻ്റെ നാശം തുടങ്ങി സരസ്വതി നദിയുടെ. ഇതിൻ്റെ ഒരു ചെറിയ അവശിഷ്ടം പോലെ ഒരു നദി ഉള്ളതാണ് ഇത് സരസ്വതി നദി ഇല്ലാതായപ്പോൾ ഒരു ചെറിയ അരുവി പോലെ നീർച്ചാൽ അത് ഗഗ്ഗർ ഹക്ര എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഗഗ്ഗർ ഹക്രയിൽ നിന്ന് സത്ലജ് വഴിമാറി ബിയാസിലേക്ക് പോയി. ബിയാസിലേക്ക് പോയതും ഇതിൻ്റെ അങ്ങനെയാണ് നാശം തുടങ്ങുന്നത് സരസ്വതി നദിയുടെ. 1800 AD CE 1800 നദി വറ്റി സരസ്വതി. ആ സമയത്താണ് ഈ കുഴപ്പം ഉണ്ടാവുന്നത്. ശാസ്ത്രം, ആർക്കിയോളജി അതിൻ്റെ ഒക്കെ ഡാറ്റ വെച്ചിട്ട് പടിഞ്ഞാറ് സിന്ധു ഈ ഹാരപ്പ, മൊഹൻജോദാരോ ആ നാഗരികതയൊക്കെ സരസ്വതി നദീതീരത്ത് ഉണ്ടായതാണ്. പടിഞ്ഞാറ് സിന്ധു നദീതട നാഗരികത, കിഴക്ക് ഗംഗാനദി ഉണ്ടായിരുന്നു. ഇവയ്ക്കിടയിൽ ആണ് സരസ്വതി ഉണ്ടായിരുന്നത്. സരസ്വതിയുടെ അവശിഷ്ടമാണ് ഗഗ്ഗർ ഹക്ര എന്ന് പറഞ്ഞ നദി. ഒരുപാട് ഉത്ഖനനങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഈ സരസ്വതി നദിയുമായി ബന്ധപ്പെട്ട് അത് ഈ ഗഗ്ഗർ ഹക്രയുടെയൊക്കെ തീരപ്രദേശങ്ങളിലൊക്കെയാണ് നടന്നിരിക്കുന്നത്. അതും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ. ഹരിയാന, രാജസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൊക്കെ പ്രാചീന ചാനൽ ഇതിൻ്റെ കിടപ്പുണ്ട്. പാകിസ്ഥാനിലെ ബഹാവൽപൂരിലും ഉണ്ട് ഇതിൻ്റെ ഈ പാലിയോ ചാനൽ എന്ന് പറയുന്നത്. അടിയിൽ, ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന സംഗതി. പാലിയോ എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ മൃഗങ്ങളുടെയൊക്കെ കാര്യം ഫോസിൽ ഒക്കെ പറയുമ്പോഴാണല്ലോ പ്രയോഗിക്കുന്നത്. ഇത് പല സമയത്തും ഇതിൻ്റെ ഈ പര്യവേഷണങ്ങളും ഉത്ഖനനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 1829 ഒരുപാട് പഴയ കാലത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ശരിക്ക് 1940s-ലും 1950s-ലും ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് സരസ്വതി നദി കണ്ടെത്താൻ വേണ്ടി. പക്ഷേ 1829 ലഫ്റ്റനന്റ് കേണൽ ജെയിംസ് ടോഡ്, നമ്മൾ മുമ്പ് രാഗിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അയാളെ പരാമർശിച്ചിരുന്നു. അന്നൽസ് ആൻഡ് ആൻറ്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ, അതിൽ സരസ്വതി നദിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ലൂയിഗി പിയോ ടെസിറ്റോറി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ഗവേഷകൻ വന്ന് ജോധ്പൂരും ബിക്കാനീറും ഒക്കെ ചെറിയ തോതിൽ കുഴിച്ചിരുന്നു. എന്നിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അയാൾ ചേരുകയും ചെയ്തു ഇറ്റലിയിൽ വന്നിട്ട്. ജോൺ മാർഷൽ ASI ഡയറക്ടർ ജനറൽ ആയിരിക്കെ ഒരുപാട് ഇതിനെ സംബന്ധിച്ച ഗവേഷണം 1928 കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. 1918 സർവേ നടന്നു. ഈ ഗഗ്ഗർ ഹക്ര എന്ന് പറഞ്ഞ നീർച്ചാലിൻ്റെ വറ്റിയ ഭാഗത്ത് ആണ് അതൊക്കെ ചെയ്തത്.
കുറേ കൂനകൾ തേരി ഭാഗത്തൊക്കെ ഉണ്ട്. കലിൻബംഗൻ, പിലിൻബിങ്കൻ, ബെറോർ, ബിഞ്ചോർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നടത്തുന്നത്. ജർമ്മൻ ഗവേഷകൻ ഓറിയൽ സ്റ്റെയിൻ അയാളും വന്ന് കുറേ അയാൾ ഇറാനും മധ്യേഷ്യയൊക്കെ എക്സ്പ്ലോർ ചെയ്ത ഗവേഷകനാണ്. അയാളും ഇവിടെ വന്ന് ഇത് ചെയ്തിരുന്നു. ബിക്കാനീറിലും ബഹാവൽപൂറിലും 1940-ലും ചെയ്തിരുന്നു. 40 സൈറ്റുകൾ, സ്ഥലങ്ങൾ ഗവേഷണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ചിത്രപ്പണികളുള്ള പിഞ്ഞാണങ്ങളൊക്കെ ഈ പഴയ കുഴിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. പ്രാചീന കാലം മുതൽ കുശാന വരെ കുഴിച്ചിട്ടുണ്ട്. രംഗമഹൽ എന്ന് പറഞ്ഞൊരു സ്ഥലം കുഴിച്ചിട്ടുണ്ട്. ഹനുമൻഗഡ് ജില്ലയ്ക്കും സൂറത്ഗഡിനും ഇടയിൽ ഈ ഗഗ്ഗർ എന്ന് പറഞ്ഞ നദിയുടെ വടക്ക് തെക്കും കനാലുകളും ഒക്കെ കുഴിച്ച് നോക്കി. ഭദ്രകാളി ക്ഷേത്രം ഒരെണ്ണം കണ്ടു. മുണ്ട, ഫത്തോഗഡ്, പിലിബംഗൻ, കാളിബംഗൻ, രംഗമഹൽ ഭാഗത്തൊക്കെ കുടിച്ചു. 1951 എ ഘോഷ് ആർക്കിയോളജിക്കൽ, ഒരു ഇന്ത്യക്കാരൻ ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടറായപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഗഗ്ഗർ നദിയുടെ വറ്റിയ ഭൂമി ബിക്കാനീറിൽ കുഴിച്ചു ഉത്ഖനനം. ദൃശാവതി താഴ്വരയിൽ ഖനനം നടത്തി. പാക് അതിർത്തിയിലാണ്. അതിൽ 100 സ്ഥലങ്ങളുണ്ട്. ഹാരപ്പ, കുശാനയൊക്കെ കുഴിച്ചു. അത് കഴിഞ്ഞ് ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത്, അതിന് ഒരു പരിപാടി ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതിന് ചെയ്യുന്നത് ഈ ആദിബദ്രിയിലാണല്ലോ ഉറവ. ആ ബദ്രിയിലൊരു അണക്കെട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 33-4 മീറ്റർ ഉയരം വരും ആ അണക്കെട്ടിന്. 160 മീറ്റർ നീളം. സരസ്വതി എന്ന് പറഞ്ഞിട്ടൊരു സംഭരണി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഭൂഗർഭ ജലം ഇതിൽ നിറഞ്ഞു വരും എന്നാണ് കരുതുന്നത് ഒരു അണക്കെട്ടിൽ. ആ ഭൂഗർഭ ജലം ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഇത് റീചാർജ് ചെയ്യും സരസ്വതി നദിയെ എന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ പൊട്ടി ഒഴുകിയാൽ മതിയല്ലോ, ഓട്ടോമാറ്റിക്കലി നദി ഒഴുകി വരും. അത് പിന്നെ ഈ മരുഭൂമി പ്രദേശങ്ങളൊക്കെ പൊട്ടി വീണ്ടും ഈ ഒഴുക്കിൻ്റെ ഫോഴ്സിൽ റീചാർജ് ചെയ്ത് വരും. ഈ ഭൂഗർഭത്തിൽ റീചാർജ് ചെയ്തിട്ട് 31.16 ഹെക്ടർ വനഭൂമി ഇതിനു വേണ്ടി മാറ്റേണ്ടി വരും. 108.70 കോടി ആണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ അണക്കെട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യമുനയും അങ്ങനത്തെ വേറെ നദികളും ഒക്കെ വറ്റും എന്ന് പറഞ്ഞിട്ട് പരിസ്ഥിതി മൗലികവാദികൾ അങ്ങനെയുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് റീചാർജ് ചെയ്യാനുള്ളതും ഇങ്ങനത്തെയുള്ള ശ്രമങ്ങൾ മറ്റു നദികളെ ജലസ്രോതസ്സിനെ ബാധിക്കും. പക്ഷെ അതിന് തെളിവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു ആലോചനകളുണ്ട്. പ്രോജക്റ്റ് ഉണ്ട്. ഹരിയാന സർക്കാരിനും അങ്ങനെ ഒരു പ്രോജക്റ്റും ഒക്കെ ഉണ്ട്. രാജസ്ഥാനാണ് കൂടുതലും നടക്കേണ്ട സ്ഥലം. രാജസ്ഥാനിലാണ് ഇത് ചെയ്യേണ്ടത്. ഈ പ്രൊജക്ട് മരുഭൂമി മുഴുവനും അല്ല, ഈ അണക്കെട്ടിന്റെ ഇത് ഹരിയാനയിലാണ്. ഹരിയാന ഇനിഷ്യേറ്റീവ് എടുത്ത ഹരിയാന, ഉത്തരാഖണ്ഡ് ആ ഭാഗങ്ങളിലോ BJP സർക്കാരുകൾ ഉത്തരാഖണ്ഡിലും ഒക്കെ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് നടക്കുന്നതാണ്. ആദിബദ്രി അണക്കെട്ടിൻ്റെ അവിടെ ഹരിയാനയ്ക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഏതായാലും നമ്മുടെ നദികൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉറവകൾ കൂടിയാണ്. നദികളെ വീണ്ടെടുക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ കൂടുതൽ സംസ്കാര സമ്പന്നരാകുക എന്നുകൂടിയാണ്. തമിഴ്നാട്ടിൽ നമ്മൾ പഴയ സംഘം ലിറ്ററേച്ചറിലൊക്കെ വായിക്കുന്ന പൂമ്പുഹാർ എന്ന് പറഞ്ഞൊരു നഗരം, അത് ചെന്നൈയുടെ അടിയിൽ കിടക്കുന്നതായിട്ടാണ് കരുതുന്നത്. ഒരിക്കൽ നമുക്ക് അതേപ്പറ്റിയും സംസാരിക്കാം. അവിടെ ഇതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ നദിക്ക്. അതെ, കഥയമയിൽ നമുക്ക് വീണ്ടും പറയാം. ഒപ്പം ഉണ്ടാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.